പ്രച്ഛന്നൻ പ്രകാശൻ തട്ടിക്കൂട്ടി തട്ടക്കേറ്റുന്ന അടുത്ത നാടകം. എന്നാലും പറയാണ് നാളെ എൻ്റെ ഏട്ടൻ്റെ അടുത്തുമ്പോഴും കല്യാണമാണ്. ഇടതൊക്കെ കേട്ടാൽ തന്നെ അറിയാൻ പറ്റിക്കില്ല. അപ്പൊ പലരും പറഞ്ഞു അത് ഒരു ഡ്രാമയാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് തൊഴിലിന്റെ ഭാഗമാണ്, അങ്ങനെ കരുതിയാൽ മതി. പക്ഷെ നമ്മുടെ ലൈഫിൽ അത് നടക്കുമ്പോൾ അതൊരു ഇതാവുമ്പോഴാണ് നമുക്കത് എത്രത്തോളം സീരിയസ് ആണെന്നുള്ളത് നമുക്കറിയുള്ളൂ. രണ്ടെണ്ണന്മാരും കൂടി ആളുകളെ പറ്റിക്കാറിങ്ങിയിരിക്കുകയാണ് അല്ലേ? കുറെ പേര് പറഞ്ഞു വീഡിയോക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കള്ളനെ കഞ്ഞി വെച്ചോണ്ടുള്ള പരിപാടി ഒന്നും ഇവിടെ അപ്പൊ എല്ലാരും കൂടെ സംസാരിച്ച് ആ വിഷയത്തിലൊരു എൻഡിങ് നമ്മൾ ഉണ്ടാക്കി. പാടട്ടെ പാടട്ടെ, അതെ, നമ്മളും കൂടെ നിന്നാണ്. ഒന്നും അറിയാത്തോ. കള്ളവുമില്ല ചതിയുമില്ല, കള്ളവുമില്ല ചതിയുമില്ല, കള്ളവുമില്ല. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? വ്യാപകരില്ലാതെ ഇങ്ങനെ അധ്വാനിക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. കഴിഞ്ഞില്ലേ? എവിടെ പോവാ? ഇതൊക്കെ നീ ഒരു സിനിമയിലാണ് ചെയ്തിരുന്നതെങ്കിൽ അഭിനയത്തിനുള്ള ഉർവശി അവാർഡ് ഈ വീടിന്റെ അലമാരയിൽ കിടന്നേനെ. ഗൈസ്, നാളെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ താട്ടന്റെയും പൊന്നൂസിന്റെയും കല്യാണാണ്. ഇത് കുരുട്ടുബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെ ലോകമാണ്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ഒന്ന് ആവണം. ഇനി കെട്ടിക്കഴിഞ്ഞതേ ഇത് അവസാനത്തെയാണ് കേട്ടോ, ഇനി കെട്ടില്ല ഇവിടെ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. അതെ, രണ്ടാം കല്യാണത്തിനൊരു യോഗ ഉണ്ടെന്ന് പറഞ്ഞു. അതാ പൊന്നൂസിനെ തന്നെ കെട്ടി തീർക്കാൻ നിർത്തിയില്ലേ? ഞാനത് ആരാന്ന് അന്വേഷിച്ച പോലെ നടന്നു, പക്ഷെ കണ്ടില്ല. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു ആ പന്നി. അത്രേ ഉള്ളൂ, ആ കഴിഞ്ഞില്ലേ? അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക.